ഇവിടെ വേദനയുണ്ടോ? ഇപ്പോഴോ? കുട്ടി എടുത്തോളൂ. പേരെന്താ? വാസു. അഷ്ടചൂർണം കൊടുക്കുന്നത് നിർത്തണ്ട, നല്ലതാ. ഇതിലെഴുതിയ ഗുളിക 3 നേരം ഓരോന്ന്. 1 മാസം കഴിഞ്ഞ് വരും, സുഖാവും. എന്താണോ നാരായണ, ഡോക്ടർ എന്ത് പറഞ്ഞു? മരുന്നൊന്നും വേണ്ട, ചെവി കഴിച്ച തലചുറ്റൽ നിൽക്കുമെന്ന്. ഒന്നും കാണാതെ ഡോക്ടർമാര് പറയോ? മരുന്നെഴുതാൻ ഇവനെന്തിനാ ഇത്ര പിശുക്കാട്ടണേ? രഘു പറഞ്ഞ പോലെ ഷാപ്പിൽ വിൽപ്പന കൂടണയില്ല. അച്ഛൻ ആര്യവൈദ്യനായിരുന്നു എന്ന് വെച്ച് MBBS പഠിച്ചവൻ ലോഹാസവും വായുഗുളിയും കഴിക്കാൻ പറയണ? അച്ഛന്റെ ഗ്രന്ഥങ്ങളൊക്കെ അവനും കുറെ നോക്കിയിരുന്നു. എന്നാ പിന്നെ ഡോക്ടർ അല്ലേ? ഇളയതിന്റെ അകത്തുള്ള ആൾക്ക് ശ്വാസം കിട്ടണില്ല. ഡോക്ടർ എവിടെ? ഒന്ന് വിളിക്കോ? ട്രീറ്റ്മെന്റ് അത് മതി. താനും ഒരു അറവ് ഷാപ്പ് തുടങ്ങുന്നെന്ന് സതീശൻ പറഞ്ഞല്ലോ. എന്താ സാർ? നഴ്സിംഗ് ഹോം. ട്രേഡ് സീക്രട്സ് ഒക്കെ സതീശൻ പറഞ്ഞു തരും. ഇവൻ ചോര പൊടിയാതെ ഇറക്കുന്നുണ്ടെന്നാ കേൾവി. സാറിനോട് ഇവിടെ ഫുൾ ടൈം ഇരിക്കാൻ പറഞ്ഞിട്ട് സമ്മതിച്ചില്ലല്ലോ. ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ C. ജേക്കബ് എന്നൊരു ഹാഫ് പേജ് പരസ്യം. പെർസെന്റേജിന് റെഡി. അതായിരിക്കും സാറിന് ലാഭം. വേണ്ട മക്കളെ, റിട്ടയർ ചെയ്ത് വയസ്സുകാലത്ത് ഇനി ധനിയൻ എന്നൊരു ദുഷ്പേരുണ്ടാകല്ലേ. പൂച്ചട്ടിയിൽ കാറിൽ വെച്ചോ? സാർ. താങ്ക് യു സാർ. ഞാൻ പിന്നെ ഒന്ന് കാണാം. വലിയ ഡോക്ടർക്ക് നമ്മൾ പ്രത്യേകം വല്ലതും ചെയ്യണമെന്ന് ചോദിച്ചു അച്ഛൻ. കൊടുത്താലും വാങ്ങില്ല. അദ്ദേഹം ഇവിടുത്തെ ഡോക്ടറുടെ വീട്ടിൽ വന്നാണ്. എന്നെ പഠിപ്പിച്ച ആളായതുകൊണ്ട് ഒന്ന് നോക്കാൻ വിളിച്ചു. മഹാകേമനാന്ന് കേട്ടിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഒന്നും വിഷമിക്കണ്ട. ഉണ്ണിക്ക് അതെഴുതിയോ? അനങ്ങാതെ കിടക്കൂ. ചിലപ്പോ അങ്ങനെയാണ്. കഴിഞ്ഞതൊന്നും ധാരണയുണ്ടാവില്ല. പുതുവീട്ടില് ഇന്നൊരു ശ്രാദ്ധം ഉണ്ടായിരുന്നു. പോയി വന്നാൽ. പോയി വന്നോളൂ, ധൈര്യമായിട്ട് പോയിക്കോളൂ. അവിടെ ഒരു ദുർമരണ. 3 ദിവസമായിട്ട് ഹോമം, സർവാപരാധ ബലി. വിധി കിട്ടാതെ ചുറ്റിത്തിരിയുന്ന കഷ്ടല്ലേ. അവർക്ക് എന്തൊക്കെയോ അനർത്ഥങ്ങളും കണ്ടിരിക്കണം. ആവാഹിച്ച് വിഷ്ണുപാദത്തിൽ സമർപ്പിച്ചാലല്ലാതെ ഗതി പിടിക്കില്ല. ദുർമരണം